ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കോക്ടെയിൽ മീഡിയ. ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ചെമ്മീൻ റെസിപ്പിയുമായിട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആൻഡ് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണം കേട്ടോ. കൂടെ അടുത്തുള്ള കുഞ്ഞ് ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ഞങ്ങളിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ആദ്യം വേണ്ട 1/2 കിലോ ചെമ്മീനാണ്, പിന്നെ 4 ഉള്ളി അരിഞ്ഞത്, പിന്നെ 2 തക്കാളി അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക്, 1 ഉണ്ട വെളുത്തുള്ളി, 1 ഇഞ്ചി, മല്ലിച്ചപ്പ്. പൊടികളിൽ ആവശ്യമായി വേണ്ടത് 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്. പിന്നെ ഒരു കുക്കർ നമുക്ക് അടുപ്പത്ത് വെക്കാം. നമ്മുടെ കുക്കർ ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് 2 പച്ചമുളക് അരിഞ്ഞത് ചേർത്തിട്ട് നന്നായി ഇളക്കുക. പിന്നെ അതിലേക്ക് ഉള്ളി ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായി ഇളക്കുക. സവാള നല്ല വാടി കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നന്നായി വാടി വരുന്നത് വരെ കാത്തിരിക്കുക. എന്നിട്ട് അത് ഇപ്പോൾ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. പിന്നെ നന്നായി ഇളക്കുക. നന്നായി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ അതിലേക്ക് ഇഞ്ചി, കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആട്ടോ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമുക്ക് മസാല പൗഡറുകൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ പൊടികൾ ചേർത്ത് കൊടുക്കാം. ആദ്യം 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/4 ടീസ്പൂൺ ഗരം മസാല എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കാം. പിന്നെ ആവശ്യത്തിന് ഉപ്പും നന്നായി മിക്സ് ചെയ്യാം. ഫ്ലെയിം ലോ ഫ്ലെയിമിലായിരിക്കണം വെക്കേണ്ടത്. എന്നിട്ട് അതിലേക്ക് 2 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യുക. നന്നായി വെന്ത് വരുമ്പോൾ നമുക്ക് ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയതിന് ശേഷം മല്ലിച്ചപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി ഇളക്കിയതിന് ശേഷം പിന്നെ കുക്കർ മൂടി വെക്കുക. ഇപ്പോൾ നമ്മുടെ കുക്കർ വിസിലടിച്ചിട്ടുണ്ട്. ഒരു
1/4 മണിക്കൂർ വരെ നമുക്കത് കാത്തിരിക്കാം. എന്നിട്ട് തുറന്ന് നോക്കാം. ഇനി നമുക്ക് നമ്മുടെ ചെമ്മീൻ റോസ്റ്റിനെ ഒരു ബൗളിലേക്ക് മാറ്റാം. നല്ല തിക്കായിട്ടുള്ള ഒരു ചെമ്മീൻ റോസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ എൻ്റെ ചാനൽ ഇതുവരെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് ഓടിപ്പോയി ഒരു സബ്സ്ക്രൈബ് ചെയ്യണം. പിന്നെ അടുത്തുള്ള കുഞ്ഞു ബെൽ ബട്ടൺ നിൽക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്.